അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ പുതിയ ശ്രമങ്ങൾ തുടങ്ങാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്, അത് ചെയ്യാറുമുണ്ട്. ചിലർ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് പോവാറുമുണ്ട്, പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യാറുമില്ല. ഈ ട്രൈ ചെയ്യാത്തവർ പൊതുവേ കുറവാണ്. പെട്ടെന്ന് ഇവർ കഠിനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാറുണ്ട്, അത് പലപ്പോഴും ഇവർക്ക് വിനയാവാറുണ്ട്. എപ്പോഴും പഴയതിൽ കുടുങ്ങാറുമില്ല. ഈ കഴിഞ്ഞ 2024 മുതൽ 2025 ജൂൺ വരെ നിങ്ങൾക്ക് കയറ്റിറക്കങ്ങൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് പരമായിട്ട് നല്ല പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ ജൂൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കത് കുറച്ച് ഭേദമായിട്ടുണ്ടാവും, വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇനിയും കുറച്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെലവുകൾ ഓർത്തിട്ട് അത് മാത്രം നീട്ടി വെക്കരുത്, അത് മരണത്തിലെത്തിക്കും. നിങ്ങൾക്കിപ്പോൾ കുറച്ചായിട്ട് ജോലിപരമായിട്ട് നല്ല ആശങ്കയുണ്ടാവും. അത്യാവശ്യം പാരവെപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോലി പോവുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാൽ നിങ്ങളുടെ മാനേജർ ആണെങ്കിൽ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യണ പോലെ നിങ്ങൾക്ക് പരമാവധി തോന്നിയിട്ടുണ്ടാവും. അത് അവോയ്ഡ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ജോലി പോവുന്നുള്ള ആശങ്ക വേണ്ട. നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക. എല്ലാത്തിനും കേട്ട് തലയാട്ടിയും കൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോൾ സേഫ്. നിങ്ങൾക്ക് അങ്ങനെ ജോലി പോവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേറെ ജോലി നോക്കുകയോ ഫ്രീലാൻസോ ചെയ്തു തുടങ്ങാവുന്നതാണ്. പക്ഷെ വേറെ ജോലി നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു ആഗസ്റ്റ് കഴിഞ്ഞിട്ടോ ഒക്ടോബറിലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ജോലികൾ നോക്കാവുന്നതാണ്, വേറൊരു ജോലി നോക്കാവുന്നതാണ്. നല്ലൊരു സമയമാണ്. അതുമാത്രമല്ല, ജോലിപരമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ നിങ്ങൾക്ക് ഇപ്രാവശ്യം സഞ്ചാരം വളരെ കൂടുതലായിരിക്കും. സ്നേഹബന്ധങ്ങളിൽ ഒരാളെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ എന്തായാലും നിങ്ങൾക്ക് മാറും. പുതിയ കണക്ഷൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ആഗ്രഹിച്ച പോലെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പല കാര്യത്തിലും ഭ്രമം കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ ഭ്രമത്തിനോടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെലവുകൾ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ അതോ എൻ്റെ ഒരു ഭ്രമമാണോ എന്നത്. അതുകൊണ്ട് ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വേണമെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഈ ജൂലൈ 19, 20, 21 വരെയും ഒന്നും തന്നെ വാങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം. ആത്മീയതയിലേക്കുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കള്ള സന്യാസിമാരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു വഴിക്ക് പോവാതിരിക്കുക. പരമാവധി വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് മാത്രം നിങ്ങൾ ശാന്തി ലഭിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളായിട്ട് നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അതൊരു കയ്യാങ്കളിയിൽ ചിലപ്പോൾ അവസാനിച്ചെന്നും വരാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് തലപരമായിട്ടോ ഹൃദയപരമായിട്ടും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കണം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് BP, ആങ്സൈറ്റി ഇതെല്ലാം ജൂലൈയിൽ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ സെയിൽസ് പേഴ്സണോ മീഡിയ അങ്ങനെ ബിസിനസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ എന്തായാലും ഉത്സാഹം കൂടുതലായിരിക്കും. നിങ്ങൾ വേറൊരു ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആഗസ്റ്റ് ഒക്ടോബർ ആകുമ്പോഴേ നിങ്ങൾ വിചാരിച്ച ഒരു സാധനത്തിലേക്ക് കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഇപ്പോൾ പരിശ്രമിക്കാതിരിക്കരുത്. നിങ്ങൾ സർക്കാർ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 2ാം പകുതിയിലാണ് മികച്ച സമയവും മികച്ച ദിവസമായിട്ടും കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെലവുകൾ വളരെ കുറയ്ക്കുക. കാരണം അടിയന്തരമായിട്ട് ചിലവാക്കേണ്ട ഒരു സന്ദർഭം നിങ്ങൾക്ക് എന്തായാലും ജൂലൈയിൽ ഉണ്ടാവും. അതുമാത്രമല്ല, നിങ്ങൾ വിചാരിച്ച ലോണ് ജൂലൈയിൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് നാളായിട്ട് ചാറ്റ് ചെയ്യണ ആരെങ്കിലും നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരായിട്ട് എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ ഒരു അകലം കുറയും.
അതും കൊണ്ടും നിങ്ങൾ പരസ്പരം എല്ലാ കാര്യവും പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പഴയ ബന്ധം തിരിച്ചു വരാൻ സാധ്യതയുണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ഗുണം ചെയ്യും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ദുർഗുണം ചെയ്യും. ഉറക്കം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് BP കൂടുന്നത്. അതുകൊണ്ട് 8 മണിക്കൂർ പരമാവധി ഉറങ്ങുക. എന്നിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടന്നാൽ മതി. നിങ്ങൾക്കൊരു നീതി പരീക്ഷിക്കണ മാസമായിരിക്കും ജൂലൈ. അത് ആർക്കെതിരെയായിരിക്കും, ആർക്കൊപ്പമായിരിക്കും എന്നതൊക്കെ ജൂലൈയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടവർക്ക് കഴിയും. ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണെന്ന രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്. ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ്. സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്, ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്. ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ തീർത്ത പ്രതിബദ്ധതയും ദൃഢതയും ഉണ്ടായിരിക്കും. ഇവർ പൊതുവെ കുറച്ച് ഹാസ്യം പറയുന്നവരാണ്, കുറച്ച് വികടത്വം ഇവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇവരെ ഇഷ്ടമായിരിക്കും. എല്ലാവരും ഇവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവർ ഒരു കാര്യത്തിൽ മാത്രം നല്ല ഫോക്കസ്ഡ് ആയിരിക്കും. പുറത്തേക്കുള്ള കാഴ്ചയിൽ ഇവർക്ക് പൂർണ്ണ നിയന്ത്രണമാണ്. പക്ഷെ ഉള്ളിൽ ഇവർക്ക് ഭയങ്കര തീവ്രത കൂടുതലുമാണ്. ഇവർക്ക് ചിന്താശക്തി ശക്തമായതും കൊണ്ട് ആലോചിച്ച് മാത്രമേ ഇവർ തീരുമാനം എടുക്കുള്ളൂ. പക്ഷെ പലപ്പോഴും ഇവർ ചിന്തിച്ചും കൊണ്ടേയിരിക്കും. അതും കൊണ്ടും ഇവർ വേറെ തീരുമാനത്തിലൊന്നും പോവാതെ ഇരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ജോലികൾക്കോ പാർട്ട്ണർഷിപ്പിനോ മികച്ച ഒരു മാസമാണ് ജൂലൈ. മിഡ് ഓഫ് ജൂലൈ ആണ് മികച്ച മാസമാവുള്ളൂ. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളൊരു കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിലും ജൂലൈ നല്ലൊരു മാസമാണ്. നേരത്തെ പറഞ്ഞു മിഡ് ഓഫ് ദ ജൂലൈ ആണ്. 15-നും 21-നും ഇടയിലൊക്കെയാണ് കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരു അഫെയർ ഉണ്ടെങ്കിൽ, കല്യാണ ആലോചന അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അഫെയർ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പറയുകയാണെങ്കിൽ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണമെച്ചാൽ വീട്ടുകാർ സമ്മതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റഡി ആണെങ്കിലും കരിയർ ആണെങ്കിലും അത് തീർക്കാൻ പറ്റാതെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇനി വീണ്ടും തുടങ്ങാൻ നല്ലൊരു സാധ്യത കൂടുതലാണ്. അത് നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യും. ഈ ജൂലൈ മാസത്തിൽ കൂടുതലായിട്ട് ഒരു ആത്മവിശ്വാസം നിങ്ങൾ എടുക്കാൻ പാടില്ല, അത് തകരാറിലാക്കും. പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക പറഞ്ഞല്ലോ, അതുകൊണ്ട് പുതിയ കൂട്ടുകാരും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് എന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം അവർ നിങ്ങൾക്ക് പണി തരും. കുടുംബത്തിലെ ബന്ധങ്ങൾക്കോ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. ശാരീരികമായിട്ട് പരമാവധി അതിന് സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങൾ പുതിയ ബന്ധത്തിലോ ബിസിനസ്സായിട്ട് കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴോ അവർ ഗോത്രപരമായിട്ടോ ജാതിപരമായിട്ടോ സംസാരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഇത് ബിസിനസ്സിന്റെ തകർച്ചയിലേക്ക് വരാനും സാധ്യതയുണ്ട്. പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറോ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ ജോലിയും പോയി എന്നും വരും. ഇപ്പോൾ ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ 3-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗുണം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഫ്രീലാൻസിങ്ങും കൺസൾട്ടൻസിയും ചെയ്യുന്നവർക്കും വലിയ ഗ്രോത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ജൂലൈ അവസാനം നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് പൈസ വരാൻ സാധ്യതയുണ്ട്. കുടിശ്ശികയൊക്കെ ചിലപ്പോൾ അടച്ചു തീരാനും സാധ്യതയുണ്ട്. ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൾ വകയും സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ കറൻസി ഇടപാട് ചെയ്യുന്നവർക്കും ഒരു ഗെയിൻ പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. ജൂലൈ 11, 14, 29 ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. പഴയ പ്രണയം വേണച്ചാൽ പുതിയതായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കുടുംബക്കാർക്ക് അലോസരം വന്നേക്കാം.
അതിലൊരു തീരുമാനം എന്തായാലും ഇപ്പോൾ തന്നെ എടുത്തു ചാടി നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ജൂലൈയിൽ ഏറ്റവും നല്ലത്. ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ. ഭരണി നക്ഷത്രത്തിലെ ആൺകുട്ടികൾക്കാണെങ്കിൽ തലച്ചോറിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ പ്രോബ്ലം ഉണ്ടാവും. ഉറക്കം കാരണം അതിൻ്റെ എഫക്റ്റീവ് തലച്ചോറിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഭരണിക്കാർക്ക് ജൂലൈ മാസം ഒരു തിരമാല പോലെയാണ്. എല്ലാം നോക്കിയും കണ്ടും വേണച്ചാൽ ഒന്നും എടുത്ത് ചാടാതെ മിണ്ടാണ്ട് ഇരിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് തന്നെ ജൂലൈ മാസത്തിൽ പോവുകയും ചെയ്യും. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ വ്യക്തതയും സ്ഥിരതയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇവർ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. അതിന് ഏതറ്റം വരെ പോവാനും ഇവർ തയ്യാറുമാണ്. പക്ഷേ ഇവർ ചിലപ്പോൾ അറിയാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ പഴയ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുടുംബസമേതവും ആഘോഷവും എല്ലാം ഉണ്ടാവാനും സാധ്യത നിങ്ങൾക്ക് നന്നായി തന്നെ കാണുന്നു. ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇപ്പോൾ കുറച്ച് ആശങ്കയുണ്ടാവും, അതെല്ലാം മാറിക്കിട്ടും. പ്രണയബന്ധത്തിൽ കൂടുതലും നല്ലൊരു ആശയവിനിമയം ഉണ്ടാവുകയും ചെയ്യും. അത് കുറച്ചും കൂടി വ്യക്തത വരും. രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവുകയും ചെയ്യും. പിതാവായിട്ടൊരു അഭിപ്രായം വ്യത്യാസം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്നുള്ള പൊട്ടിത്തെറി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സമയം വൈകും. പേടിക്കേണ്ട. പ്രണയിനിയോടോ ആയിരിക്കും. ഇത് അച്ഛനോടോ അല്ലെങ്കിൽ പ്രണയിനിയോടോ ആയിരിക്കും. അത് തകരുമൊന്നുമില്ല. പക്ഷെ ആശയവിനിമയം ജൂൺ ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് കുറവായിരിക്കും. പക്ഷെ അവസാനമാകുമ്പോഴേക്കും അത് ശരിയാകും. ജോലിയിൽ നേരത്തെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് സമ്മർദ്ദം കൂടണം കൊണ്ട് നിങ്ങൾക്ക് ആശങ്കയുണ്ടാവും. നിങ്ങൾ ഒഴിവാക്കുകയാണോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അതൊന്നും പേടിക്കേണ്ട. സമ്മർദ്ദം അങ്ങോട്ട് കേട്ടില്ല എന്ന് നടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് മാത്രം പക്കയായിട്ട് ചെയ്യുക. ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ എന്തായാലും വിജയം കാണും. ഒരു ചർച്ചയൊക്കെ ഉന്നതികളായിട്ട് നടക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പുതിയൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കരാറൊക്കെ ജൂലൈ അവസാനമാകുമ്പോഴേക്ക് എഴുതാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ ആദ്യ പകുതിയിൽ നല്ലൊരു ചെലവ് തന്നെ ഉണ്ടാവും. പുതിയ ഗാഡ്ജറ്റ് വാങ്ങും. അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. അതെന്തായാലും ഓട്ടോമാറ്റിക്കലി ചിലവാകും. കുറയ്ക്കാൻ നോക്കുകയാണെങ്കിലും അത് വാഹനം വാങ്ങുന്നത് കുറച്ച് നീട്ടാൻ നോക്കുകയാണെങ്കിലും ഗുണം ചെയ്യുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. എന്തായാലും പിതാക്കന്മാരുടെ ഒരു സഹായം നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. അതുപോലെ ഒരു സെക്കൻഡറി വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴി എന്തായാലും നിങ്ങൾ തേടുകയും ചെയ്യും. അതിലൊരു സക്സസ് ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. ബന്ധത്തിൽ ഒരു വ്യക്തത എന്തായാലും വരും. പഴയ ബന്ധം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. പക്ഷെ എല്ലാം ഒരു ചെറിയ അകലത്തിൽ നിർത്തുന്നത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് വിനയാവും. അതുപോലെ നിങ്ങളുടെ ഗുരുവിനോടോ പിതാവിനോടോ ബഹുമാനത്തോടെ പെരുമാറാൻ നിങ്ങൾ എന്തായാലും ജൂലൈയിൽ ശ്രമിക്കണം. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശാന്തമായിട്ടുള്ള സ്വഭാവം, കലാപരമായിട്ടുള്ള കഴിവ്, ആകർഷകമായ വ്യക്തിത്വം ഇതെല്ലാം ഉണ്ടാവും. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും. ഇവർക്ക് ദയ കൂടുതലാണ്. പക്ഷെ അത് ചിലപ്പോൾ അതിര് കടക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതും കൊണ്ട് നിങ്ങൾ തോറ്റു പോവാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് ഉയരത്തിലേക്ക് പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയൊരു കലയോ പ്രൊജക്റ്റോ തുടങ്ങാനും സാധ്യത കൂടുതലാണ്. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ അതെന്തായാലും നന്നായിട്ട് തന്നെ കൂടുതൽ നല്ല ആഴത്തിലുള്ള പ്രണയമാവും. നിങ്ങൾ മോശമാണെങ്കിൽ അത് കൂടുതൽ മോശമാവാനാണ് സാധ്യത. വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും. കുടുംബത്തിൽ ചെറിയൊരു വിജയമൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും. അതിൽ വലിയ സന്തോഷം കിട്ടുകയും ചെയ്യും.
ജൂലൈയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വലിയൊരു തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. അതുമാത്രമല്ല, പഴയ വല്ല കോൺട്രാക്റ്റും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം ലഭിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഫ്രീലാൻസ് ബിസിനസ് ആണെങ്കിൽ അതിലെന്തായാലും കസ്റ്റമേഴ്സ് വർദ്ധിക്കും. അതുപോലെ വുമൺ സെൻട്രിക് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമർ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. ജൂൺ ആദ്യ വാരത്തിൽ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവണം കൊണ്ട് ചിലവും കൂടുതലായിരിക്കും. അതുകൊണ്ട് പരമാവധി ആ ഷോപ്പിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലൊക്കെ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ലാഭം ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. ജൂലൈയിൽ ബോണസും ഇൻസെൻറ്റീവും എല്ലാം നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഓവർ അറ്റാച്ച്മെൻറ്റ് അതൊരു ഇമോഷണലി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും, അകലാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് ഗോസിപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ജലസി ഉണ്ടാവാനും സാധ്യതയുണ്ട്. പാർട്ട്ണറിനൊപ്പം നല്ലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. ഫാമിലി പരമായിട്ട് കുറച്ച് എക്സ്പെക്റ്റേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ തോൽക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പാർട്ട്ണറിനോട് ഓപ്പണായിട്ടൊന്ന് ടോക്ക് ചെയ്യുക. അത് കുറേയൊക്കെ പ്രോബ്ലംസ് എന്തായാലും ഇല്ലാതാക്കും. രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പറയുന്നതും നല്ലതായിരിക്കും. മുമ്പ് ജൂണിൽ വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ജൂലൈയിൽ അത് കുറച്ച് കോൺഫ്ലിക്റ്റിൻ്റെ ആസക്തി കുറച്ച് കുറവായിട്ടുണ്ടാവും. കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ENT പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാനും സാധ്യത നിങ്ങൾക്ക് ജൂലൈയിൽ കാണുന്നുണ്ട്. മകീര നക്ഷത്രം. മകീര നക്ഷത്രക്കാർ പൊതുവെ നിഷ്കളങ്കരാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ചിന്തയിലും പ്രവൃത്തിയിലുമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഒരു കാര്യത്തിനിറങ്ങിയാൽ അവരത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. ഇവർ നിഷ്കളങ്കരായതും കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പറ്റിക്കപ്പെടാറുണ്ട്. മറ്റുള്ളവർ ഇവരെ ചവിട്ടിത്താഴ്ത്താറുമുണ്ട്. ഒരു നല്ലൊരു ആകർഷണ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ ആകർഷണം നിലനിർത്താൻ ശ്രമിക്കുകയും നല്ലത് പറയാൻ ശ്രമിപ്പിക്കുകയും ചിലപ്പോൾ ഇവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ചിലപ്പോൾ വളരെ കുറവാകാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും മറക്കാറുണ്ട്. നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കൂ. ജൂലൈയിൽ സിബ്ലിങ്സ് ആയിട്ട് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു നല്ലൊരു ബോണ്ടിങ് തിരിച്ചു വരാം. അതുപോലെ ആത്മീയമായിട്ട് പ്രഭാഷണം, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു അംഗീകാരം കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ, നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ അതിലെന്തായാലും ഗ്രോത്ത് നിങ്ങൾക്ക് ജൂലൈയിൽ കാണാൻ സാധിക്കും. ചെറിയൊരു യാത്രയുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ യാത്രയിൽ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണാൻ കഴിയും. ജോലി സ്ഥലത്തൊക്കെ നിങ്ങളുടെ പേര് റെക്കമെൻഡ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈയിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. സിബ്ലിങ്സ് ആയിട്ട് നിങ്ങൾ കൂടിച്ചേരുകയാണെങ്കിൽ അതിൽ പറയുന്ന വാക്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പാർട്ട്ണറിൻ്റെ അടുത്തും എടുത്ത് മുഖത്തടിച്ച പോലെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. വർക്കിനൊരു ഡിലേ വരാം. അതുപോലെ പേപ്പർ വർക്ക് ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ സത്യം ചിലപ്പോൾ മറച്ചു വെച്ചിട്ട് അത് നുണയായി മാറാനും സാധ്യതയുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളെ ചിലപ്പോൾ അവർ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങളെ അവരെന്തായാലും ബ്ലെയിം ചെയ്യുകയും ചെയ്യും. ജൂലൈയിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യത ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ലാഭം കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ത്രോട്ട്, കഫ് അതുപോലെയുള്ളതിൽ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വൈകി ഉറങ്ങണം കൊണ്ട് നിങ്ങൾക്ക് തലച്ചോറുപരമായിട്ടും തലവേദനയും കൂടാൻ സാധ്യതയുണ്ട്. അത് കൂടിക്കൊണ്ടിരുന്ന അത് ഇനിയും കൂടുകയുള്ളൂ. അത് വലിയൊരു ഓപ്പറേഷനിലേക്ക് ഭാവിയിൽ ചെന്നെത്താനും സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ നിങ്ങൾ മനസ്സിലെന്തു പറയുന്നോ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ അതുമാത്രം നിങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. വേറൊരാൾ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തോറ്റു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ജൂലൈ മാസത്തിൽ
നിങ്ങളുടെ മനസ്സ് എന്താ പറയണതെന്ന് നിങ്ങൾ നോക്കാൻ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞും തരില്ല. നിറയെ ആശയക്കുഴപ്പം ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ഇരിക്കുകയാണ് നല്ലത്. കാരണം കുറച്ച് വൈകിയാലും ആശയക്കുഴപ്പത്തിനുള്ള മറുപടി നിങ്ങൾക്ക് പ്രകൃതി തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾ സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം ഉള്ളവർ തന്നെയാണ്. പക്ഷേ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടാവും. അതുകൊണ്ടും എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ജൂലൈ മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആശയവിനിമയത്തിൽ നല്ലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് എന്തും കൊണ്ടാച്ചാൽ നിങ്ങൾ ഒന്നും തുറന്നു പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ നിങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രശ്നമാവും. പക്ഷെ ഇവിടെ എല്ലാം തുറന്നു പറയുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. സംഗീതം, അഭിനയ മേഖല, ആത്മീയ മേഖല, തൊഴിൽപരമായിട്ട് നിങ്ങൾ കുട്ടികളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളിലും നിങ്ങൾക്ക് ഒരു വ്യത്യാസം എന്തായാലും ജൂലൈ മാസത്തിൽ കാണാൻ സാധിക്കും. ചിലർക്ക് ആന്തരികമായിട്ട് പുതിയൊരു ഹോബിയിലേക്കൊക്കെ പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ആ തോന്നല് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അത് മാനസികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഈ മാസം ബന്ധങ്ങളിൽ ഭയങ്കര പരീക്ഷണം കൂടുതലായിരിക്കും. പാർട്ട്ണർക്ക് നിങ്ങളോടൊരു വിശ്വാസമില്ലായ്മ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആശയവിനിമയം കറക്റ്റായിട്ട് നടത്തുക. കാരണം ഇത് ഇല്ലാതാവാനും സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ മേഖല നോക്കുകയാണെങ്കിൽ, ഒരു പുതിയ തൊഴിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടിയിട്ട് ഇപ്പോൾ രാജിവെക്കണ്ട. കാരണം പഴയ തൊഴിൽ ഇരിക്കുമ്പോൾ തന്നെ പുതിയ തൊഴിൽ നോക്കുക. അതിലെന്തായാലും ഒരു മാറ്റം ജൂലൈ 18 തീയതിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ. കൈവിട്ട് പോയ പ്രൊജക്റ്റൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല സഹപ്രവർത്തകരായിട്ട് ആശയവിനിമയം നല്ലായിരിക്കുക. അവരായിട്ട് അടികൂടാൻ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വെക്കരുത്. ഒരു മെൻ്റൽ ഫാറ്റീഗ് ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. ഇല്ലെങ്കിൽ തലച്ചോറിനും ബാക്കിയുള്ള ദഹനത്തിനും എല്ലാം നല്ലൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവും. രാത്രി നേരത്തെ കിടക്കുക. കിടക്കുമ്പോൾ ശാന്തമായ സംഗീതം കേൾക്കുക. കാരണം നിങ്ങളുടെ മെൻ്റൽ സ്റ്റേജ് നിങ്ങളുടെ ഫേസിലും അത് കാണാൻ കഴിയും. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരു ആകർഷണീയത ഇല്ലാതാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുക. എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു എക്സ്പെൻസ് എല്ലാം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം മോഹവില കൊടുത്ത് വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ വാങ്ങരുത്. ആ പൈസ അവിടെ തന്നെ വെക്കുക. ചെറുതാണെങ്കിലും ഒരു ചെറിയ ഒരു ഇൻകം നിങ്ങൾക്ക് ജൂലൈയിൽ ഉണ്ടാവും. ഈ മാസം വലിയ രൂപയുള്ള ലാഭമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ ആഗ്രഹിച്ച കാര്യം മോഹവില കൊടുത്ത് വാങ്ങാതിരിക്കുകയും ബാക്കിയുള്ള പൈസ എല്ലാം കൂട്ടി വെക്കുകയും അതൊരു സ്ഥലത്ത് ഫിക്സഡ് ആക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം അവസാനമാകുമ്പോൾ ഒരു ചെറിയ സംതൃപ്തി ഉണ്ടാവും. അത് നിങ്ങൾക്ക് മെൻ്റലി ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവെ ഇരട്ട വ്യക്തിത്വം പോലെയുള്ള ഒരു സ്വഭാവമുണ്ട്. ഇവർ ഒന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടി പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവർ ലജ്ജയിലോ സംശയത്തോടെയോ ചോദിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണ ആൾക്കാരായിരിക്കും പുണർദംകാർ. ഈ ഇരട്ട വ്യക്തിത്വം ജൂലൈയിൽ കുറച്ച് കൂടുതലാണ്. അത് ഒരു സംശയ രോഗമൊക്കെ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം, ഏതാണ് സംശയം, ഏതാണ് സത്യം എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ജൂലൈ 1 മുതൽ 7 വരെ നിങ്ങൾക്ക് എന്തായാലും പഴയൊരു പ്രോജക്റ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതോടെ സബോർഡിനേറ്റ്സ് ആയിട്ടും കൂടെ കോവർക്കറായിട്ടും നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം വന്നേക്കാം.
ജൂലൈ 8 മുതൽ 14 വരെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് സൈഡ്, മീഡിയ സൈഡ്, അങ്ങനെ റൈറ്റിംഗ് സൈഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെല്ലാം നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും. ജൂലൈ 15 മുതൽ 22 വരെ നിങ്ങൾക്ക് എന്തായാലും അഗ്രിമെന്റിൽ ഒരു ഡിലേ വന്നേക്കാം, ഒരു പ്രോജക്റ്റ് വരുന്നതിൽ ചിലപ്പോൾ ഡിലേ വന്നേക്കാം, അവസാന നിമിഷത്തിൽ ഒരു ക്യാൻസലേഷൻ സംഭവിച്ചേക്കാം. ജൂലൈ 23-നും 31-നും ഇടയ്ക്ക് നിങ്ങൾക്ക് സ്കിൽ ബേസ്ഡ് ഒരു പ്രൊമോഷൻ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒപ്പം സമ്മർദ്ദം കൂടാനും നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 2 മുതൽ 6 വരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം കൂടും, വിചാരിക്കാത്ത ചെലവുകൾ വരും. ജൂലൈ 9 മുതൽ 16 വരെ ഇമോഷണൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 16 മുതൽ 23 വരെ നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 24-നും 31-നും ഇടയ്ക്ക് പഴയ കൊടുത്ത പണം ഉണ്ട്, വല്ല സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കിട്ടുകയും ചെയ്യും. സ്റ്റാൻഡിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കടുപ്പമുള്ള വാക്കുകളൊന്നും പാർട്ട്ണറുടെ അടുത്ത് പറയാതിരിക്കുക. അതുമായി വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതും പാർട്ട്ണറായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഉറക്കക്കുറവ് കാണുന്നുണ്ട്, പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. അതുകൊണ്ട് BP കൂടാൻ. പുണർദംകാർക്ക് ജൂലൈയിൽ അവസാന നിമിഷം അടക്കം ചെറിയ കാര്യത്തിന് ചിലപ്പോൾ എനിക്ക് ഇതിൽ യോജിക്കുന്നില്ല എന്നൊരു ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർ പൊതുവെ തത്വവും തനിമയും ആഴത്തിൽ ചിന്തിക്കാനും കഴിവുള്ള ആൾക്കാരായിരിക്കും. ഈ ആഴത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ പലതും നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ല. അതായത് വല്ല പ്രോബ്ലംസ് എന്തെങ്കിലും വരണമെങ്കിൽ ആ പ്രോബ്ലംസ് എല്ലാം വഴി മാറിപ്പോയിട്ടുണ്ടാവും. അത് പൂയം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഈ ആഴത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ജൂലൈയിൽ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം കൊണ്ട് നിങ്ങളുടെ മെന്റലി നിങ്ങൾക്ക് പ്രോബ്ലമാണ് ഉണ്ടാവാൻ പോകുന്നത്. ജൂലൈ 1 മുതൽ 7 വരെ അധിക ഭാരം, ക്ഷീണം, മറ്റുള്ളവരുടെ ജോലി ചെയ്യൽ, ഇതെല്ലാം നിങ്ങളെ ഭയങ്കര കൺജസ്റ്റഡ് ആക്കും. ജൂലൈ 8 മുതൽ 13 വരെയാണെങ്കിൽ സ്പിരിച്വൽ പരമായിട്ട് പല സ്ഥലത്തും ചിലപ്പോൾ പോയി എന്നും വരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് വേൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിയ ഓപ്പർച്യൂണിറ്റീസും കിട്ടുകയും ചെയ്യും. ജൂലൈ 14 മുതൽ 22 വരെ നിങ്ങൾക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോസ് ആയിട്ടായിരിക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ ബോസ് എന്ത് പറയുന്നു അതെല്ലാം മൂളി കേൾക്കുന്നതായിരിക്കും പരമാവധി നല്ലൊരു കാര്യം. ജൂലൈ 23 മുതൽ 31 വരെ ഫ്രീലാൻസിങ്, അതുപോലെ തന്നെ പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 3 മുതൽ 9 വരെ ഇമോഷണലി വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് ബഡ്ജറ്റ് കൂടുതലാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എന്തായാലും 10-ാം തീയതിക്കും 17-ാം തീയതിക്കും ഇടയിൽ ഫാമിലീൻ്റെ എന്തായാലും ഒരു സഹായം എന്തായാലും കിട്ടുകയും ചെയ്യും. 18-ാം തീയതി മുതൽ 25-ാം തീയതിക്ക് ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കാര്യം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജൂലൈ 9 മുതൽ 14 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ഒരു സംരക്ഷണം എന്തായാലും കിട്ടും, അവരുടെ ഒരു സപ്പോർട്ട് എന്തായാലും കിട്ടുകയും ചെയ്യും. 21-ാം തീയതിക്കുള്ളിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഓപ്പൺ ടാൾക്ക് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറ്റും. പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുകയില്ല. ജൂലൈ 22-ാം തീയതിക്കും 31-ാം തീയതിക്കും ഇടയിൽ അച്ഛനായിട്ട് നിങ്ങൾ അടികൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അങ്ങനെ ഒരു പ്രോബ്ലം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും. ജൂലൈ 5-നും 10-നും ഇടയ്ക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജൂലൈ 20-നും 21-നും ഇടയിൽ ബോഡീൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആക്ച്വലി പെയിന് വരാൻ സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ
ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ മാസം പൂയംകാർക്ക് അടിയന്തരമായി ആരാണ് ഞാൻ എന്ന ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. പ്രണയത്തിൽ പാടില്ലാത്ത ആശ്രയങ്ങൾ എന്തായാലും വേണ്ടി വരും. അതുകൊണ്ട് ഒരു ബൗണ്ടറീസ് എന്തായാലും സെറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് ഓവറായിട്ട് കയറി ചെല്ലാൻ പാടില്ല, അവരെ ഇങ്ങോട്ട് ഓവറായിട്ട് അടുപ്പിക്കുകയും വേണ്ട. ജൂലൈ അവസാനമാകുമ്പോഴേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുള്ളൂ. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് അപ്പോഴേ വരികയുള്ളൂ. ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവരെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരെ അറിയാത്തവർക്കും മനസ്സിലാക്കാൻ ഒട്ടും പറ്റില്ല. ഇവർ കുറച്ച് നിസ്സംഗം പോലെയും ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരായിട്ട് കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവരെ മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ ജൂലൈ മാസത്തിൽ ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. ചില ദിവസം പൂർണ്ണമായിട്ട് മോശമായിരിക്കും, ഒരു വിഡ്രോവൺ മൈൻഡ് ആയിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നുകയില്ല. എന്നാൽ ചില ദിവസം വളരെ ഹൈപ്പർ ആക്റ്റീവും ആയിരിക്കും. നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ആദ്യത്തെ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെക്കിടയിൽ എന്തായാലും കുറച്ച് ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു 16-ാം തീയതിക്ക് 25-ാം തീയതിക്കും ശേഷം നിങ്ങൾക്ക് കമ്പനിപരമായിട്ട് ജലസി, അതുപോലെ പ്രഷർ, അതുപോലെ രാത്രി ഉറക്കമില്ലായ്മ, BP കൂടുതൽ, ഇതെല്ലാം ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 23-നും 31-നും ഇടയ്ക്ക് നിങ്ങൾ ആരെ റെസ്പെക്റ്റ് ചെയ്യണോ അവരുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവരെന്തായാലും ഒരു സൊല്യൂഷൻ തരും. അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഇത് സ്വയം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ജൂലൈ 3 മുതൽ 9-ാം തീയതിക്ക് ഇടയിൽ നിങ്ങൾ ഇമോഷണലി കുറേ സ്പെൻഡ് ചെയ്യും. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. അത് ചെയ്യരുത്. കാരണം 10-ാം തീയതിക്കും 17-ാം തീയതിക്കും ഇടയിൽ നിങ്ങൾക്ക് വരേണ്ട പൈസ എമൗണ്ട് അത് സ്റ്റേ ആവും. അത് വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു ചിലവ് നിങ്ങൾക്ക് വരും. ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ വസ്തുക്കളുടെ ഒരു ബ്രേക്ക് ഡൗൺ എന്തായാലും ഉണ്ടാവും. അതിൽ നല്ലൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ ജൂലൈ 26-നും 31-നും ഇടയ്ക്ക് ഒരു പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീൻ്റെ ഒരു സഹായത്തോടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അത് സ്റ്റേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ജൂലൈയിൽ ഒരു പഴയ പ്രണയം ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളെ ഹണ്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് കുറച്ച് നൈസായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അമ്മയോടോ അല്ലെങ്കിൽ അമ്മയെ പോലെ കാണുന്ന ഒരാളോടായിട്ട് നിങ്ങളൊരു ക്ലാഷ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതിൻ്റെ ഒരു ബ്ലെയിം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി ഓപ്പണായിട്ട് സംസാരിക്കുക. പക്ഷെ നിങ്ങൾക്കതിന് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ഈ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അച്ഛൻ എന്തായാലും വരും. പക്ഷെ അതെന്തായാലും പെട്ടെന്ന് എന്തായാലും സോൾവ് ആവില്ല. കുറച്ച് കാലതാമസം എന്തായാലും ഉണ്ടാവും. സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. ആങ്സൈറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ദഹനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ദിവസവും 2 തവണ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് തേൻ ഒഴിച്ചിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. ജൂലൈ മാസത്തിൽ ആയില്യ നക്ഷത്രക്കാർ കൂടുതൽ ഇൻട്രോവേർട്ട് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, വേണമെച്ചാൽ വിശ്വാസം നഷ്ടപ്പെടാതെ ഇരുത്തുകയാണെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മകം നക്ഷത്രക്കാർ പൊതുവെ ആത്മാഭിമാനം കൂടുതലുള്ളവരായിരിക്കും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ജീവിക്കുന്നവരും കൂടുതലാണ്. അതുകൊണ്ട് ഈ ജൂലൈയിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു ചോദ്യം നിങ്ങളെ ചോദിച്ചേക്കാം. അതിന് നിങ്ങൾ വിധേയമായേക്കാം. അതുകൊണ്ട് ജൂലൈ 1 മുതൽ 6-ാം തീയതി വരെ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു കോർപ്പറേഷൻ, അതായത് സഹകരണം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ജൂലൈ 7 മുതൽ 14 വരെ നിങ്ങളുടെ ലീഡർഷിപ്പിൽ എന്തായാലും കുറച്ച് സ്ട്രെസ് കൂടുതൽ വരാം. നിങ്ങൾക്ക് മറ്റുള്ളവരെ മാനേജ് ചെയ്യാനും സാധ്യത കുറവാണ്. അങ്ങനെ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല.
ജൂലൈ 15 മുതൽ 21 വരെ പെർഫോമൻസ് ബേസ്ഡ് എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സഹപ്രവർത്തകരായിട്ട് ഒരു ആർഗ്യുമെന്റിന് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ജൂലൈ 22-നും 31 ഇടയിൽ നിങ്ങൾക്ക് എന്തായാലും അച്ചീവ്മെന്റ്സ്, അവാർഡ് എല്ലാം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 3 മുതൽ 9 വരെ നിങ്ങൾക്ക് എന്തായാലും ബ്രാൻഡഡ് വസ്തുക്കൾ, റോയൽ ഐറ്റംസ് ഇതെല്ലാം വാങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ജൂലൈ 10 ശേഷം എന്തായാലും പൈസ കിട്ടുമെങ്കിലും അതിനോടൊത്ത് ചെലവുണ്ടാവും. അതുകൊണ്ട് ഒരു 20 ആകുമ്പോഴേക്കും പൈസ എല്ലാം നിങ്ങളുടെ തീരും. അതുകൊണ്ട് ബ്രാൻഡഡ് വസ്തുക്കൾ വാങ്ങാതെ ചീപ്പ് വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്, ആ വസ്തുവെ വാങ്ങാതിരിക്കുകയായിരിക്കും ഏറ്റവും അഭികാമ്യം. കാരണം അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല. റെഗുലർലി വരുന്ന ഒരു ഇൻകം എന്തായാലും സ്റ്റെബിലൈസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും അതിൽ വിചാരിക്കൊന്നും വേണ്ട. പാർട്ട്ണറായിട്ട് വലിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജൂലൈ ആദ്യം. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല. കാരണം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുമെങ്കിലും നിങ്ങൾക്ക് പൊട്ടും. നിങ്ങൾ ആ സമയത്ത് പരിസരം വിട്ട് പെരുമാറും. പക്ഷെ ജൂലൈ അവസാനമാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ചെറിയതായിട്ടുള്ള എക്സ്പെൻസീവായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. അങ്ങനെ അവരുടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കുക, അത് പരമാവധി കൊടുക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള ജീവിതം നന്നായിട്ട് തന്നെ പോവും. പഴയ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബൗണ്ടറിയിൽ നിൽക്കുക. അത് ഭാവിയിൽ പ്രശ്നമുണ്ടാക്കും. ഫാമിലി റീയൂണിയൻ ഉണ്ടാവും. അങ്ങോട്ട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. അതിലകപ്പെട്ട് പോവരുത്. ഷോൾഡറിലൊരു പെയിന് വരാം, ആങ്സൈറ്റി ഉണ്ടാവും, പ്രഷർ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ വാങ്ങുന്ന ലക്ഷറി പ്രൊഡക്റ്റിൽ, അതായത് പെർഫ്യൂമിൽ അലർജി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരാളെ സ്നേഹിച്ചാലും അതിൽ പണമല്ല, സ്ഥാനമല്ല, അത് വെറും സ്നേഹമായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. അതിൽ വെറും സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തള്ളിക്കളയാണ്ടിരിക്കുക. അഹങ്കാരമില്ലാത്ത ഒരു ലീഡിങ് റോള് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. അഹങ്കാരം ഈ മാസം മറ്റുള്ളവർ എന്ത് പറയുന്നോ അത് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞ അഭികാമ്യം. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണമേ ചെയ്യുള്ളൂ. ആളുടെ അഹങ്കാരം എല്ലാം തീർന്നു എന്ന് മറ്റുള്ളവർ വിചാരിച്ചോളും. ഈ ഉള്ളിലെ മുന്നേറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാത്തിനുമുള്ള ഉത്തരം നൽകുക. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ ആഴമുള്ള ചിന്തയും ധാർമ്മികതയും ഒക്കെ കൂടുതൽ ഉള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് ഓവർ തിങ്കിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ജൂലൈയിൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആയതും കൊണ്ട് തന്നെ തളർച്ചയും ഉണ്ടാവും. ഈ ഓവർ തിങ്കിങ് എപ്പോഴും തളർച്ചയായിരിക്കില്ല. കാരണം ഈ ഓവർ തിങ്കിങ് കാരണം തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരുന്നുണ്ടാവും. ആ ഒന്നും ചെയ്യാണ്ടിരുന്നത് നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് അപ്പോൾ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നല്ല, ഭാവിയിലായിരിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് അന്ന് അത് ചെയ്യാതിരുന്നത് നന്നായി എന്ന് നിങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും. ജൂലൈ 1 മുതൽ 7 വരെ നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. മുകളിൽ നിന്ന് പ്രഷർ വരാനും സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പക്കയായിട്ട് മാനേജ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ പൊതുവെ അങ്ങോട്ട് റിയാക്ട് ചെയ്യില്ല. അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പം അതുപോലെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ അതന്നെ കൂളായിട്ട് ചെയ്തു പോവുക. ജൂലൈ 8 മുതൽ 15 വരെ നിങ്ങൾക്ക് വേണ്ട പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഹെഡ് സ്ഥാനത്തേക്ക് നിങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവ് വേണമെങ്കിൽ അവിടെ തെളിയിക്കാം. അവിടെ വലിയ നിർബന്ധമില്ല. അതുപോലെ ജൂൺ 16 മുതൽ ഒരു 24 വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോസിപ്പ്, ഓഫീസ് പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ വരും. അതുകൊണ്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. അത് കണ്ടില്ല എന്ന് തന്നെ നടിക്കുക. അത് തിരുത്താൻ പോവാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം നിങ്ങളുടെ ഭാഗത്താ ശരി എന്നുള്ളത് നിങ്ങളുടെ ബോസ് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കും. അവിടെ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഉയരും.
അതും കൊണ്ട് കാമായിട്ടിരിക്കുക, റിയാക്ട് ചെയ്യാതെ ഇരിക്കുക. ജൂലൈ 3 മുതൽ 9 വരെയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് പൈസ ഓവർ എക്സ്പെൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലവാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങി ചിലവാക്കാതിരിക്കുക. ഒരു ജൂലൈ 10 മുതൽ 16 വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് വരാനും സാധ്യത വളരെ കുറവാണ്. ഈ സമയങ്ങളിലൊന്നും നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടിക്കും ചെയ്യരുത്. ആ കയ്യിലുള്ള കാശ് അങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ജൂലൈ 17 മുതൽ 23 തീയതി വരെ വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം കേടുവരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ജൂലൈ 24 മുതൽ 31 വരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. എന്ന് വെച്ചിട്ട് ഓവർ ടൈം ചെയ്യണമെന്നല്ല, ഉള്ള ടൈം കുറച്ച് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ ശരിയാക്കാൻ നിങ്ങൾ നിൽക്കരുത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കരുത്. അവരെ കുറ്റം പറയാനും നിൽക്കരുത്. അവരെന്താ പറയുന്നത് വെച്ചാൽ അത് സമ്മതിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഫാമിലിയിലൊക്കെ ആണെങ്കിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുക. അപ്പോൾ കുറച്ച് ഇമോഷണൽ ബോണ്ടിങ് നന്നായിട്ട് കൂടും. നിങ്ങൾ സോഫ്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാവും. ആ ബന്ധം കുറച്ച് വിള്ളൽ വരും. ജൂലൈ ആദ്യ വാരത്ത് സ്ട്രെസ്സായിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അസിഡിറ്റി ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ അവസാനമാകുമ്പോൾ മുട്ടുവേദനയും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല സ്ലീപ്പ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഓവർ തിങ്ക് ചെയ്യാണ്ട് നിങ്ങൾ രാത്രി മധുരം ഒഴിവാക്കിയിട്ട് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉറങ്ങുന്നതും നല്ലതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഡിപ്രഷൻ എന്തെങ്കിലും വരികയാണ്, സ്ട്രെസ്സ് വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എഴുതിയ മെസ്സേജോ സംസാരിച്ച ഫോൺ കോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ജൂലൈ മാസം നിങ്ങൾക്ക് പൊതുവെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാസമാണ്. ആരെന്ത് സംസാരിച്ചാലും നിങ്ങളതിൽ ചികഞ്ഞ് പരിശോധിക്കാൻ എന്തായാലും നിൽക്കും. അത് നല്ലതുമാണ്. അത്തം നക്ഷത്രക്കാർ പൊതുവെ മൗനിയായിരിക്കും. അതുപോലെ തന്നെ തിരിഞ്ഞു നോട്ടക്കാരുമായിരിക്കും എന്നൊക്കെയാണ് മറ്റുള്ളവർ വിചാരിക്കുക. പക്ഷെ ഇവർ അങ്ങനെയല്ല. ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സംസാരിക്കണ ആൾക്കാരാണ്. നന്നായി പൊട്ടിത്തെറിക്കണ ആൾക്കാരാണ്. പക്ഷെ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും. വെളിയിൽ ഒന്നും കേൾക്കില്ല. ജൂലൈയിൽ ഇവർക്ക് ഈ തോന്നലെല്ലാം കുറച്ച് കൂടുതൽ പ്രകടമാവും. നിങ്ങൾ ജൂലൈയിൽ ചിലപ്പോൾ ഒരു പോരാളിയാവാൻ ശ്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈയിൽ നിങ്ങൾക്ക് ജോബിൽ അൺസാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ട് മാറണമോ വേറെ നോക്കണമോ എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ തൽക്കാലത്തേക്ക് മാറരുത്. കാരണം നിങ്ങൾക്ക് വേറെ ഇപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ല. നിങ്ങൾക്ക് പുതിയ ടാസ്ക്, റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ് ഇതെല്ലാം ജൂലൈയിൽ വർക്കിംഗ് പ്ലേസിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ എടുത്ത് ചാടിയിട്ട് ചെയ്താൽ അതിൽ പരാജയപ്പെടും. ഒരിക്കലും കോവർക്കറായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് പ്രശ്നമാകും. അവർ എന്താ പറയുന്നത് സമ്മതിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയറിൻ്റെ അടുത്ത് പറയുക. പക്ഷെ സുപ്പീരിയറായിട്ട് നിങ്ങൾ ഒരിക്കലും തർക്കിക്കരുത്. അങ്ങനെ തർക്കിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരും. കാരണം നിങ്ങളുടെ പ്രൊജക്റ്റിൽ ജൂലൈ അവസാനമാകുമ്പോൾ അത് സ്മൂത്തായിട്ട് പോവും. അപ്രീസിയേഷൻ എന്തായാലും വരികയും ചെയ്യും. നിങ്ങൾ കുറച്ച് ആത്മാഭിമാനം കൂടുതലായതും കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ലക്ഷറി ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ നേടാനും ശ്രമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ലോണായിട്ട് EM റെൻ്റൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ പേ ചെയ്യുക. അങ്ങനെ പേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാകും. ഫ്രീലാൻസേഴ്സിനും വല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്കും നല്ലൊരു ടൈമാണ്. അതിന് വല്ലതും ഉണ്ടെങ്കിൽ നല്ല ഏണിങ്സ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം അത് ഇപ്പോൾ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. പാർട്ട്നേഴ്സായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരിക്കലും സംസാരിക്കാതെ ഇരിക്കരുത്.
സംസാരിക്കുമ്പോൾ കാമായിട്ട് സംസാരിക്കുക, പൊട്ടിത്തെറിച്ച് സംസാരിക്കരുത്. അവരെന്ത് പറയുന്നോ അതിനൊക്കെ തലയാട്ടി കൊടുക്കുക, മൂളിക്കൊടുക്കുക. എനിക്ക് പറ്റില്ല എന്നുള്ളത് പറയുന്നത് നല്ലതാണ്, പക്ഷേ അതൊരു മയത്തിൽ പറയുക. ഇപ്പോൾ റൊമാൻസിലാണെങ്കിലും ഒരു സസ്പെൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് കൂടുതലാക്കാൻ കഴിയും. ഡൈജഷന് പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി ഹെവി മീൽസ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്ത്രീകൾക്ക് ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ടാവും, ബോഡി പെയിനും ഉണ്ടാവും. വൈകുന്നേരം ഒരു 6 to 8 മണി വരെ ടൈമിൽ പ്രകൃതിയായിട്ട് ഇണങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ ഭംഗിയിലുണ്ട്, ബുദ്ധിയിലുമുണ്ട്. അതായത് അവർക്ക് ഭംഗി ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും. എന്തൊരു പ്രശ്നം വന്നാലും ഇവർ കാമായിട്ട് ചിരിക്കാറുള്ളൂ, അതിനങ്ങനെ എടുക്കുള്ളൂ. പക്ഷേ ഉള്ളിൽ വലിയ പൊട്ടിത്തെറി തന്നെ നടക്കുന്നുണ്ടാവും. ജൂലൈയിൽ ഈ കാംനെസ് നിങ്ങൾക്കൊരു എക്സ്പ്ലോസീവ് സൈലൻസ് ആവാൻ സാധ്യതയുണ്ട്. ചിലവർക്ക് അതൊരു ഹീലിംഗ് സൈലൻസ് ആവാനും സാധ്യതയുണ്ട്. ഒരു വർക്കിംഗ് പ്ലേസിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ഒരു അംഗീകാരം ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവരുത്, കാരണം അംഗീകാരം ലഭിക്കുന്നത് മെല്ലെ ആയിരിക്കും. ഇതെന്തായാലും ജൂലൈ 1 മുതൽ 7 ഇടയിൽ എന്തായാലും നടക്കും. ജൂലൈ 8 മുതൽ 14 വരെ ഇടയിൽ ഒരു ടെക്നിക്കൽ ജോബ്, റിപ്പയർ എന്നീ മേഖലയിലുള്ളവർക്കൊക്കെ നല്ല ഗുണമുണ്ടാവും. അവർക്ക് എസ്റ്റാബ്ലിഷ് ആവാനും കഴിയും. ജൂലൈ 15-ന് 22-ന് ഇടയിൽ നിങ്ങൾ സുപ്പീരിയറിൻ്റെ അടുത്തോ കൊളീഗിൻ്റെ അടുത്തോ ചിലപ്പോൾ അടി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാമായിട്ടിരിക്കുക, അല്ലെങ്കിൽ മാറി നടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം. ജൂലൈ 23-31 ഇടയിൽ നിങ്ങൾ ആർട്ടിസ്റ്റിക് പേഴ്സൺ ആണോ, സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ ബ്രാൻഡിങ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഗുണകരമായിരിക്കും. അതിൽ കൂടുതൽ റീച്ച് ആൻഡ് സക്സസ് ഉണ്ടാവും. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോപ്പിംഗ്, തെറാപ്പി നന്നായിട്ട് ചിലപ്പോൾ ചെയ്യും. അതുകൊണ്ട് പൈസ എല്ലാം പോയി കിട്ടും. നിങ്ങൾ ലോൺ എടുക്കുകയോ എന്തെങ്കിലും റീഫണ്ടിനോ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അതിനെന്തായാലും നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ പ്രപ്പോസൽ, ബിസിനസ് പ്ലാന് ഇതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷറി ഐറ്റംസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ, ജൂൺ ആദ്യം വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം അങ്ങനെ വാങ്ങാതെ ഇരിക്കുമ്പോൾ അത് ജൂലൈ അവസാനത്തിൽ ആ പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജൂലൈയിൽ പാർട്ട്ണറായിട്ടൊരു ഡിസ്റ്റൻസ് വരും. അത് എന്തും കൊണ്ടാണ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജൂലൈ ആദ്യം തന്നെ ചോദിക്കേണ്ട, അവസാനമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അഴിച്ചുപണി ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങൾ അച്ഛനായിട്ടോ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ സഹോദരിയായിട്ടോ ഒരു ഇമോഷണൽ ക്ലാഷ് ഉണ്ടാവും. അതുകൊണ്ട് അത് വരാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജൂലൈ അവസാനമാകുമ്പോൾ ഒരു ഗെറ്റ് ടുഗദർ, ആഹ്ലാദകരമായിട്ടുള്ള ഒരു ഫാമിലി റീയൂണിയൻ അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഉണ്ടാവും. അത് കുറച്ച് നല്ലതായിരിക്കും. സ്കിന്നിൽ, കണ്ണിലൊക്കെ അലർജി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോസ്മെറ്റിക്സ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഡെയിലി 5 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ കണ്ണടച്ച് അയാളെപ്പറ്റി മാത്രം ചിന്തിക്കുക. അയാളായിട്ടുള്ള നിമിഷങ്ങൾ മാത്രം ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ചിത്തിരക്കാർക്ക് ജൂലൈ മാസത്തിൽ വ്യക്തിത്വത്തിൽ നൂതനകൾ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഒരേ സമയം വേദന ഉണ്ടാവും, അതിന്ന് മോചനവും ഉണ്ടാവും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ തങ്ങളുടെ സ്വഭാവത്തിൽ ഇവർക്കൊരു സംശയം ഉണ്ടാവും, പ്രതീക്ഷയുണ്ടാവും. ഇവർക്ക് ആരോടും പറയാതെ സ്വയം പൊറുക്കാനും ഇവരുടെ വഴി എവിടെയാണ് എന്നുള്ളത് സ്വയം വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോവാനും ഇവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അതിന് തേടി കണ്ടുപിടിക്കാനും ഇവർക്ക് കഴിയും. ജൂലൈയിൽ ഇവരൊരു ഇൻട്രോസ്പെക്റ്റീവ് നേച്ചർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ തീരുമാനം ഒരു സത്യവാങ്മൂലമായിട്ട് പ്രവർത്തിക്കും.
പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വിനയാവാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 1 മുതൽ 7 വരെ നിങ്ങൾക്കൊരു അധികമായിട്ട് ജോലി ചെയ്യേണ്ടി വരും. ടീം അംഗങ്ങളായിട്ടോ സബോർഡിനേറ്റായിട്ടോ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടാത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും. ജൂലൈ 15-ന് 22-ന് ഇടയ്ക്ക് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയിൽ നല്ല ഒരു മികച്ച ഉയരം കിട്ടും. പക്ഷെ ബാക്കിയുള്ളവരുടെ നിന്ന് ജലസി ക്രിയേറ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 23 മുതൽ 31 വരെയാണെങ്കിൽ നിങ്ങൾക്ക് ബോസിൻ്റെ നല്ലൊരു സപ്പോർട്ട് കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 3-നും 9-നും ഇടയ്ക്ക് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ലോസ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അത് പ്ലാനിങ്ങിൻ്റെ എറർ പരമായിട്ടാണ് ഈ ലോസ് ഉണ്ടാവുക. ജൂലൈ 10-നും 17-നും ഇടയ്ക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അതുമാത്രമല്ല ഓൾഡ് ഡേയ്സിൽ കൊടുത്ത പൈസയൊക്കെ ഉണ്ടെങ്കിൽ വരാനും സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ റൊമാൻറ്റിക്കായിട്ട് നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടും അവിടെ ഒരു സൈലൻസ് ഉണ്ടാവും, ഒരു അകൽച്ച ഉണ്ടാവും. അതുകൊണ്ട് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കണം. ഒരാൾ മാത്രം സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു ജൂലൈ 12-നും 18-നും ഇടയ്ക്ക് ഈ ഓപ്പണായി സംസാരിക്കണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ചേട്ടനനിയന്മാർ ചേച്ചിമാർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോൾ അകൽച്ചയിലാണെങ്കിൽ അവർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും കൂടെ നിൽക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ സ്ലീപ്പിൻ്റെ ഡിസോർഡേഴ്സ് എന്തായാലും ഉണ്ടാവും. അതുമാത്രമല്ല കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ജൂലൈയിൽ നല്ലത്. വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ ഡ്യുവാലിറ്റി ഉള്ള ഒരു സ്വഭാവമാണ്. ഇവർക്ക് ഒരേ സമയം നിരൂപണ ശക്തി ഉണ്ട്, വലിയൊരു കാഴ്ചപ്പാടും ഉണ്ട്. ഈ ഡ്യുവൽ നേച്ചർ നിങ്ങളുടെ ജൂലൈയിൽ ഒരു ഇൻറ്റേർണൽ സ്ട്രഗിളിൽ എത്താൻ സാധ്യതയുണ്ട്, ഒറ്റപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ചിലർക്ക് ഔട്ട്ഷൈൻ ചെയ്യാനും പറ്റും. ജൂലൈ 1 മുതൽ 6 വരെ നിങ്ങൾ സത്യം വിളിച്ചു പറയണം കൊണ്ട് കുറച്ച് കോൺഫ്ലിക്റ്റുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 7 മുതൽ 14 വരെ കോൺഫ്ലിക്റ്റുകൾ വരാം. പക്ഷേ ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾ മുന്നിട്ട് നിൽക്കണം കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് നല്ലതായിരിക്കും. ജൂലൈ 15 മുതൽ 22 വരെ ഒരു ടഫായിട്ടുള്ള ടാസ്ക് ഒക്കെ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദൂരയാത്രയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ജൂലൈ അവസാനമാകുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തുള്ള വർക്കിന് എഫേർട്സിനെല്ലാം അപ്രിസിയേഷനും ഒരു കയറ്റവും നിങ്ങൾക്ക് ഉണ്ടാവും. ജൂലൈയിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം അതിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ സക്സസ് ഉണ്ടാവും. നിങ്ങൾ കൂട്ടുകാരുടെ ഉപദേശം എന്തായാലും ജൂലൈയിൽ തള്ളിക്കളയും. കുറച്ച് തള്ളിക്കളയുന്നതായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഡൗണായി പോയാലും ബ്രാൻഡഡ് ആൻഡ് ലക്ഷറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. അത് വാങ്ങാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് മണി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിപ്പോൾ പ്രശ്നമാണ്. ദാമ്പത്യത്തിൽ പാർട്ട്ണറിൻ്റെ ഇതിൽ ചെറിയ പൊട്ടിത്തെറിയൊക്കെ എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാമായിട്ട് അതിൽ വ്യക്തത വരുത്തിയിട്ട് സംസാരിക്കുക. വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ കാമായി സംസാരിക്കണം കൊണ്ട് തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്തായാലും ഇമ്പ്രൂവ് ആവും. കാരണം ഇതിനെന്തായാലും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് അതിലെന്തായാലും നിങ്ങൾക്ക് ഒരു ഗുണം മാത്രമേ ലഭിക്കുള്ളൂ. ബ്ലഡ് പ്രഷർ, ഹോർമോണൽ ഇംബാലൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഉറക്കം പോയി എനിക്ക് പെട്ടെന്ന് ഓഫീസിലെത്താൻ പറ്റിയില്ല എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒന്നും തന്നെ നടക്കില്ല. ഫുഡിൻ്റെയും പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിക്കരുത്. ഓർഡർ ചെയ്തിട്ട് ഒന്നും കഴിക്കരുത്. വരണ്ട ചോക്ലേറ്റ്, അധികം മധുരമില്ലാത്ത ചോക്ലേറ്റ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ ബ്ലഡ് പ്രഷറിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. പല കള്ള വിശ്വാസങ്ങളും നിങ്ങൾക്ക് ജൂലൈയിൽ പൊളിയും.
അതുകൊണ്ട് റിലേഷൻഷിപ്പിലും ചിലപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ആവും. അത് കള്ളത്തരമാണെങ്കിൽ പഴയ വിശ്വാസമൊക്കെ വിട്ട് പുതിയ ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ള വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു വഴിയായിരിക്കും അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ താളമില്ലായ്മയാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. ഫസ്റ്റ് ഇംപ്രഷനിൽ കാണുമ്പോഴേ അങ്ങനെ തോന്നാറുള്ളൂ. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നന്നായിട്ട് തന്നെ അറിയാം. അവർക്ക് തിരിച്ചറിവും നിസ്സംഗതയും ചിലപ്പോൾ കഠിനതയും എല്ലാം ഉള്ളവർ തന്നെയാണ്. ജൂലൈ മാസത്ത് ഇൻട്രോസെപ്ഷൻ, കോൺഫ്രണ്ടേഷൻ എല്ലാം ഒരേ സമയത്തായിരിക്കും നടക്കുന്നുണ്ടാവുക. ജൂലൈ മാസത്ത് വിശാഖക്കാർക്ക് 1 മുതൽ 7 വരെ സ്ട്രെസ് കൂടുതലായിരിക്കും. പുറമേയൊക്കെ കാമായിരിക്കും, പക്ഷെ ഉള്ളിൽ നല്ല സ്ട്രെസ് എന്തായാലും നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടും എന്തായാലും. ജൂലൈ 8 മുതൽ 14 വരെ റിസർച്ച്, ഇൻവെസ്റ്റിഗേഷൻ, ലോ ഫീൽഡ് ഉള്ളവർക്കെല്ലാം നല്ല ഒരു കാലമാണ്. അതായത് ജൂലൈയിൽ ഒരു 2ാമത്തെ ആഴ്ച ഒരു ജോബ് ചേഞ്ച്, ജോബ് പെട്ടെന്ന് നഷ്ടമാവല്, സഡനുള്ള ഡിസിഷൻ, ട്രാൻസാക്ഷൻ ഇതെല്ലാം നടക്കാൻ സാധ്യതയും വളരെ കൂടുതലാണ്. ജൂലൈ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനു മുമ്പുള്ള വല്ല എഗ്രിമെൻ്റ് ഒക്കെ വല്ല ബിസിനസ്സിൻ്റെ എഗ്രിമെൻ്റ് ആവാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് കൂടുതലും ക്ലോസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 3 മുതൽ 9 നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. വീട്ടിലെ ഇലക്ട്രോണിക് വസ്തുക്കൾ, ഫ്രോഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതെല്ലാം ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാൻ എന്തായാലും സാധ്യതയുണ്ട്. വരാനുള്ള പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും ഡിലേ ഉണ്ടാവും. പക്ഷെ അതിനു വേണ്ടി സ്ട്രെസ് ആവരുത്. കിട്ടില്ല എന്ന് വിചാരിക്കരുത്, പക്ഷെ ഡിലേ ആവും എന്ന് മാത്രം. ഒരു സ്പിരിച്വലായിട്ട് റിച്വലായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ ജൂലൈ അവസാന മാസത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ജേണിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരും. ജൂലൈയിൽ മുൻ കാമുകനോ കാമുകിയായിട്ട് ഒരു ബന്ധം വന്നാൽ അത് സംസാരിക്കുന്നത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ബൗണ്ടറി അല്ല, പഴയ കാമുകനോ കാമുകിയോ വന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അച്ഛനോടോ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ സഹോദരിയോടോ നിങ്ങൾ ഫിലോസഫി പറഞ്ഞിട്ട് അടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫാമിലി ഇമോഷണൽ ബോണ്ടിങ് അതിൽ ചിലപ്പോൾ തകരാനും സാധ്യതയുണ്ട്. ഒരു വിള്ളൽ വരും. എന്തായാലും പാർട്ട്ണറായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. അത് വേണിച്ചാൽ വേദനാജനകമായിരിക്കാം, പക്ഷെ അതൊരു ഹീലിംഗ് ആണ്. രാത്രി ഉറക്കമില്ലായ്മ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും. ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ ശാന്തമായിട്ടുള്ള സംഗീതം കേട്ടിട്ട് മാത്രം കിടക്കുക. കിടന്നും കൊണ്ട് പാട്ട് കേൾക്കുക. പക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. എന്നിട്ടും ശരിയായില്ലെങ്കിൽ രാത്രി മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴവെള്ളത്തിൽ നിങ്ങളുടെ കാല് വെക്കുക. അതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണെന്ന രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്. ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ്. സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്, ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്. ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രത്യേകം നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാവും. അവർ നല്ല വ്യക്തിത്വമുള്ളവരുമായിരിക്കും. അവർ ആ ലക്ഷ്യബോധത്തിന് വേണ്ടി പോകുന്നതുമായിരിക്കും. പക്ഷെ പുറമെ അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്കുണ്ടാവും. അവർ കാമായിരിക്കും, അതുപോലെ പൊളൈറ്റ് ആയിരിക്കും. പക്ഷെ അത് വെളിയിൽ മാത്രം അവർ പൊളൈറ്റ് ആയിരിക്കും. ഉള്ളിലൊരു പൊളൈറ്റ് ഉത്രാട നക്ഷത്രക്കാർക്കില്ല. ജൂലൈ മാസത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു വഴിത്തിരിവുള്ള മാസമാണ്. നിങ്ങൾ പുതിയ ഒരു ചിന്താഗതി എന്തായാലും ജൂലൈ മാസത്തിൽ വരും. ഞാൻ ഇത്രയും കാലം ചെയ്ത് മണ്ടത്തരായിരുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ എന്തായാലും ഉണ്ടാവും. അത് ഏതൊക്കെ കാര്യത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണലി മനസ്സിലാവും. ഉത്രാട നക്ഷത്രക്കാർ കരിയർ റിലേറ്റഡ് ആയിട്ട് മേജർ ഡിസിഷൻ എന്തായാലും സെക്കൻഡ് വീക്കിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഒരു ലീഡർഷിപ്പിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരിക്കും ഫസ്റ്റ് വീക്കിൽ. അതുകൊണ്ട് ഒരുപാട് ഹമ്പിൾ ആവരുത്, സുപ്പീരിയർ ആയിട്ട് ഒരുപാട് താഴ്ന്നു നിൽക്കരുത്. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം.
പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയണം. കാരണം നിങ്ങൾക്ക് ജൂലൈയിൽ ആരോഗ്യത്തിന് നല്ല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സാധനങ്ങളൊന്നും വാങ്ങിക്കൂട്ടരുത്. അതൊന്നും ഒരു യൂസും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ബഡ്ജറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും അത് വാങ്ങുന്നുണ്ടാവുക. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ലാത്ത സാധനങ്ങളായിരിക്കും. അതൊരു യൂസ് ആൻഡ് ത്രോ ആയിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഒരു 9 ദിവസത്തേക്ക് ജൂലൈ 9-ാം തീയതി വരെ നിങ്ങൾ ഒന്നും വാങ്ങാതിരിക്കുക, ഒന്നും പർച്ചേസ് ചെയ്യാതിരിക്കുക. പാർട്ട്ണറിൻ്റെ അടുത്തായിട്ട് നല്ല രീതിയിൽ പെരുമാറുക. അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഗിഫ്റ്റ് വാങ്ങരുത്. അവർക്ക് ഇമോഷണലി ഭയങ്കര ഇഷ്ടമുള്ള എന്നാൽ വില കമ്മിയായിട്ടുള്ള ഗിഫ്റ്റുകൾ ഉണ്ടാവും. അത് മാത്രം കൊടുക്കുക. അത് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 15 ദിവസം കൊണ്ട് കൊടുക്കുക. എന്നാൽ ബോണ്ടിങ് നല്ലതായിരിക്കും. അത് കുറച്ച് മധുരമാണെങ്കിൽ എത്രയും നല്ലത്. പക്ഷെ നിങ്ങൾ അച്ഛനും അമ്മയായിട്ട് അടി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ ക്ലാഷ് എന്തായാലും ഉണ്ടാവും. അതിനിപ്പോൾ നിങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ക്ലാഷ് ഉണ്ടാകുമ്പോൾ പരമാവധി മിണ്ടാണ്ടിരിക്കുക എന്നതാണ് ഓപ്ഷൻ. ക്ലാഷ് എന്തായാലും വരും. നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ എന്തായാലും വരും. ആൺകുട്ടിയാണെങ്കിൽ എന്തായാലും നെക്ക് പ്രോബ്ലം, തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. ലോവർ ബാക്കിന് നിങ്ങൾക്ക് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. ഡൈജഷന് പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് ഫുഡ് കറക്റ്റ് ടൈമിന് കഴിക്കുക. രാത്രി പരമാവധി ലേറ്റ് നൈറ്റ് ആക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഉത്രാട നക്ഷത്രക്കാർക്ക് മനസ്സ് റിലീഫ് ചെയ്യണ ഒരു മാസം തന്നെയാണ് ജൂലൈ മാസം. പക്ഷേ നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. അതൊരു കർമ്മഫലമാണ്. തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ചുമതലയേറ്റാൽ അത് എങ്ങനെയെങ്കിലും ഉത്തരവാദിത്തത്തോടെ തീർക്കണം എന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് സ്വന്തം കാര്യം, വീട്ടുകാരുടെ കാര്യമൊക്കെ നിങ്ങൾ മാറ്റിവെക്കും. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യണ പോലെയാവും. അതുകൊണ്ട് പേഴ്സണലി നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിലും വർക്ക് പരമായിട്ട് നിങ്ങൾ ഉയരത്തിൽ പോവും. നിങ്ങൾ ഒരൊറ്റപ്പെട്ട അവസ്ഥയായിരിക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാവുക. ഇങ്ങനെ ഒറ്റപ്പെടണം കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സ് തുറക്കാൻ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ജൂലൈ ആദ്യ വാരത്ത് ക്ലാരിറ്റി കുറവായിരിക്കും പല കാര്യത്തിനും, ജോലി സംബന്ധമായിട്ട്. അതുകൊണ്ട് വലിയ ഡിസിഷൻ എടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അത് വിഘ്നത്തിലേ കലാശിക്കുള്ളൂ. ആ വിഘ്നത്തിലൊരു മാർഗം ഉണ്ടാവും. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. എടുത്ത് ചാടി ചെയ്തിട്ട് ഞാൻ ലീഡറാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് ഒരു പേരുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് താളം തെറ്റും. നിങ്ങൾ തോറ്റുപോകും. കാരണം എടുത്ത് ചാടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ സുപ്പീരിയർ ആയിട്ട് അടികൂടും. കാമായിട്ട് കേട്ടിട്ട് ഇരുന്നാൽ, നിങ്ങൾ ഡിസിഷൻ എടുക്കാണ്ടിരുന്നാൽ അത് അങ്ങനെ പോവും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അത് എതിർത്ത് സംസാരിച്ചാൽ നിങ്ങളുടെ സബോർഡിനേറ്റിന് നിങ്ങളെ തകർക്കാൻ അത് എളുപ്പമായിരിക്കും. പാര വയ്ക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ ലോൺ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലയിടത്തും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പെട്ടെന്ന് കിട്ടുകയില്ല. അതെന്തായാലും ഡിലേ ആവും. അതുകൊണ്ട് ആശങ്കപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, അത് ഡിലേ ആവും. ഒരു സൈഡ് മാത്രമേ ഇൻകം ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രോബ്ലമാണ്. കാരണം നിങ്ങൾക്ക് മെഡിക്കലി കുറച്ച് പൈസ എന്തായാലും കുറച്ച് പൈസ ജൂലൈയിൽ നിങ്ങൾക്ക് നഷ്ടമാവും. ഫാമിലിയിലാണ് ഇത് നഷ്ടമാവുക. അതുകൊണ്ട് നിങ്ങളൊരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കും. അത് ആലോചിച്ചോളും. നിങ്ങൾക്കത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളായിട്ട് ഒന്ന് ജൂലൈയിൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ മക്കളായിട്ട് സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് നിങ്ങളോട് ഒരു മനസ്സിലൊരു സ്ഥാനമില്ല ആക്ച്വലി. കാരണം നിങ്ങൾ ഡ്യൂട്ടി പറഞ്ഞിട്ട് മുൻഗണന നൽകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു ബോണ്ടിങ് അടിയിൽ കൂടെ ഒളിച്ചു പോകണം നിങ്ങൾ അറിയില്ല. പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കുക. ഇനി തുറന്ന് സംസാരിക്കാണ്ടിരിക്കും തോറും ഇത് അങ്ങോട്ട് കൂടുതൽ വഷളായിട്ട് പോവുള്ളൂ. അവർ വേണിച്ചാൽ വേറെ ഒരാളുടെ കൂടെ പോയി എന്നും വരാം. ഉത്തരവാദിത്തം കൂടുതലായതും കൊണ്ട് ആങ്സൈറ്റി ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാവും. പക്ഷെ ഉത്തരവാദിത്തം കുറച്ച് മാറ്റി വെച്ചിട്ട് ഉറക്കത്തിൽ ശ്രദ്ധിക്കുക, ഫാമിലി ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഭാവി ജീവിതം നന്നാവും.
ഇത് ജൂലൈ നിങ്ങൾക്കൊരു തുടക്കമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ ജൂലൈയിൽ ബാഹ്യമായിട്ടുള്ള ബാധ്യതകൾ കൂടുതലായിരിക്കും. ആന്തരികമായിട്ട് ദീർഘകാലമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് തരണം ചെയ്യുക. അതിനുവേണ്ടി എന്തായാലും കുറച്ച് ഓടേണ്ടി വരും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്തായാലും നടക്കും. ഇത് പുതിയൊരു വെളിച്ചം വീശാനും ഇത് സഹായിക്കും നിങ്ങളെ. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ തൻ്റെ സ്ട്രാറ്റജിയിലും ശൃംഖലയിലും കർശനമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ കൂളായിട്ട് ഇരിക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയൊരു സ്ട്രാറ്റജി എന്തായാലും ഉണ്ടാവും. ഈ ജൂലൈ 2025 നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഒരു ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും പാർട്ട്ണറായിട്ട് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വരും. 1 മുതൽ 6 വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചോ അതൊന്നും നടക്കാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാം ഫെയിൽ ആവുകയും ചെയ്യും. 7 മുതൽ 15 വരെ നിങ്ങളുടെ ലീഡർഷിപ്പിൽ സ്ട്രാറ്റജിയിൽ എന്തായാലും കോട്ടം തട്ടും. എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും. അവിടെ സെൽഫ് എസ്റ്റീമാണ് നിങ്ങളെ വിജയിപ്പിക്കുക. ഇതൊരു 21 തീയതി വരെ എന്തായാലും നീണ്ടുപോകും. ജൂലൈ 21 മുതൽ 31 വരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പഴയ സ്ട്രാറ്റജി നിങ്ങൾക്ക് കയറി വന്നിട്ട് എല്ലാവരുടേന്നും അപ്രിസിയേഷനും കിട്ടും. നിങ്ങളുടെ സ്ട്രാറ്റജീസ് എല്ലാം ശരിയാവുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് ചിലപ്പോൾ നടന്നില്ല എന്നും വരും. അവിട്ടം നക്ഷത്രക്കാർക്ക് ജൂലൈ 3 മുതൽ 9 വരെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ കേടുവരാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 10 മുതൽ 15 വരെ കൂടെയുള്ളവരുടെ എന്തായാലും ഫിനാൻഷ്യലി അവരെന്തായാലും സഹായിക്കും. ലോൺ എടുക്കാനൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഡോക്യുമെൻറ്റേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജൂലൈ 18-നും 25-നും ഇടയിൽ ഇത് ശരിയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 5 മുതൽ 11 വരെ പാർട്ട്ണറായിട്ട് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവും. കാമായിട്ട് കേൾക്കുന്നതായിരിക്കും കുറച്ച് ഉത്തമം. അതുപോലെ തന്നെ ജൂലൈ 12 മുതൽ ഒരു 20 വരെ നിങ്ങൾക്ക് സിബ്ലിങ്സ് ആയിട്ടും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. ജൂലൈ അവസാനമാകുമ്പോഴാണ് പാർട്ട്ണറായിട്ടുള്ള പ്രോബ്ലംസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കുറച്ച് ഫേവർ ആവുള്ളൂ. അതുപോലെ പാരൻ്റൽ ഗൈഡൻസ് നിങ്ങൾക്ക് വേണം. അവർ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം ജൂലൈ അവസാനമാകുമ്പോൾ അവർ പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിൽ പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. അതും കൊണ്ട് സ്ക്രീനിങ് ടൈം പരമാവധി കുറയ്ക്കുക. സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നം ഉണ്ടാവും. സ്കിന്നിന് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് കോസ്മെറ്റിക് ഐറ്റംസ് കുറച്ച് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ജൂലൈ 12 മുതൽ 29 വരെ പഴയ കാലത്തിൽ നിങ്ങൾ ആസ്വദിച്ച കാര്യത്തിന് ദൈവത്തോട് നന്ദി പറയുന്നത് നല്ലതായിരിക്കും. ജൂലൈ മാസത്തിൽ മനസ്സിൻ്റെ കണക്കുകൂട്ടലിൽ കുറച്ച് പാളിച്ചകളുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്കൊരു പാഠമായിരിക്കും. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർ പൊതുവെ ഒരുപാട് നല്ല കഴിവുള്ളവരാണ്. ലോജിക്കലി അവർ തിങ്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവരെ പലരും ചതിക്കാൻ നോക്കും. ഇവർ ലോജിക്കലി തിങ്ക് ചെയ്യണം കൊണ്ട് മറ്റുള്ളവരെ ഇവർ ചതിച്ചു എന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യും. നിങ്ങൾ സ്വയം ചതയുകയും ചെയ്യും. ഒരു ഇമോഷണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ജൂലൈയിൽ എന്തായാലും ഉണ്ടാവും. അതിലൊരു ക്ലാഷ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി എല്ലാം തുറന്ന് സംസാരിക്കുക. പക്ഷെ അതൊരു പോരാളി മൂഡിൽ സംസാരിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് പെട്ടെന്ന് റിജക്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് സ്ലോലി എന്തായാലും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. പക്ഷെ IT-ലോ ടെക്കിലോ കണ്ടൻറ് ക്രിയേഷനിലോ ഉള്ളവർക്കെല്ലാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ജൂൺ പകുതി ആകുമ്പോൾ നിങ്ങളുടെ പ്രൊമോഷനിലെല്ലാം ഡിലേ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ജൂലൈ ആദ്യമാകുമ്പോൾ കുറച്ച് വസ്തുക്കളൊക്കെ നിങ്ങളുടെ കേട് വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേറെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ വാങ്ങാതിരിക്കുക. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്കിന് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ്
മണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങളുടെ സിബ്ലിങ്സോ ബ്രദേഴ്സോ ആയിട്ട് സംസാരിക്കുന്നത് നല്ലതാണ്. അവർ നല്ല കാര്യങ്ങളെ പറഞ്ഞു തരുള്ളൂ. പക്ഷെ അത് അവർക്ക് കൊടുക്കണ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പറ്റില്ല എന്ന് തീർത്ത് പറയുക. പാർട്ട്നേഴ്സായിട്ട് ഒരു ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാമായിട്ട് കേൾക്കാൻ മാത്രം ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇപ്പോൾ ഉണ്ടാവുകയുള്ളൂ. ഒരു പഴയ കണക്ഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് റീകണക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. കണക്ട് ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഒരു ബോർഡർ വെക്കുന്നത് നല്ലതാണ്. കാരണം അത് റീകണക്റ്റായി ബോർഡർ വെക്കാണ്ടിരുന്നാൽ ഭാവിയിൽ ഇപ്പോൾ ഉള്ള പാർട്ട്ണർ എന്തായാലും പോയി കിട്ടും. അതുകൊണ്ട് പ്രണയത്തിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടും. അത് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും, പക്ഷെ മെല്ലെ സാധിക്കുള്ളൂ. നിങ്ങൾ ഹറിബറി കാണിക്കരുത്. നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസോമാനിയ, അതുപോലെ ഓവർ തിങ്കിങ് എല്ലാം ഉണ്ടാവും. അതുപോലെ ലോവർ ലെഗ് പെയിൻ, അലർജി. ഈ അലർജി വരുന്നത് ഫുഡിൽ നിന്നായിരിക്കും, എസ്പെഷ്യലി മീറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരിക. ജൂലൈ മാസത്തിൽ ജാതക നക്ഷത്രക്കാർ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മൗനമായിട്ട് ഫേസ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തുറന്നറിയാൻ നിങ്ങൾക്ക് സാധിക്കും. പൂരൂരുട്ടാതി നക്ഷത്രം. പൂരൂരുട്ടാതി നക്ഷത്രക്കാർ പുറമേ ലളിതമായാണെങ്കിലും ഉള്ളിൽ ഒരുപാട് ഗൗരവമുള്ളവരാണ്. അതുകൊണ്ട് ഇവർ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം എടുക്കില്ല, ഉള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ഒറ്റപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പക്ഷെ തീരുമാനത്തിൽ മാറ്റമൊന്നും വരുത്താൻ പാടില്ല. കാരണം ആ ഒറ്റപ്പെടലിൽ നിങ്ങൾക്ക് ഒരു പുതിയ പാഠം എന്തായാലും പഠിക്കാൻ കഴിയും. ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടി വരും, ഒറ്റയ്ക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയമേ പഠിക്കും. ജൂലൈ 1 മുതൽ 6 വരെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ കണ്ടിന്യൂസ്ലി നിങ്ങൾ ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ സെൽഫ് ഡൗട്ട് ഇല്ലാണ്ടാവുക തന്നെ ചെയ്യും. റൈറ്റിംഗ്, എഡിറ്റിംഗ്, സ്പിരിച്വൽ ഫീൽഡ്, ലോ എന്നിവയ്ക്കെല്ലാം ജൂൺ 2nd വീക്കിൽ നല്ല ഗുണമുണ്ടാവും. ജോലി സ്ഥലത്ത് ടീമായിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റും. അതുകൊണ്ട് കാമായിട്ടിരിക്കുക, അവർ പറയുന്നത് സ്വീകരിക്കുക. പക്ഷെ അത് പ്രവർത്തിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. നിങ്ങളുടെ നിലപാട് അവിടെ അവസാനം വ്യക്തമാക്കണം. ഇതായിരിക്കും ഞാൻ ചെയ്യുക എന്നത്. അത് കാമായിട്ട് പറയുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ഫ്രീലാൻസിങ്ങോ സൈഡ് ഇൻകോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ടിനുള്ള കൂലി എന്തായാലും ജൂലൈ അവസാന വാരത്തിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ആരെങ്കിലും ചെറുതായിട്ട് സഹായിക്കുകയാണെങ്കിൽ, കടമായിട്ട് സഹായിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് ഡബിളായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അവരുടെ നിന്ന് പൈസ കിട്ടും. പുതിയൊരു കണക്ഷൻ എന്തായാലും ജൂലൈ 3rd വീക്കിൽ ഉണ്ടാവും. ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പുതിയ കണക്ഷൻ ഉണ്ടാവുക, ഒരു പുതിയ ബന്ധം ഉണ്ടാവുക. ഫുഡിൽ റിയാക്ഷൻ ഉണ്ടാവും, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഉറക്ക പ്രശ്നം ഉണ്ടാവും, കണ്ണിന് പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് മൊബൈലിൽ നോക്കുന്നത് കുറച്ച് കമ്മിയാക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഉത്തമമായിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴികളൊന്നും കാണുന്നില്ല. അതുപോലെ ഫുഡിൽ നിന്നായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. ജൂലൈ മാസത്തിൽ താൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എവിടെ എത്തി, ഞാൻ ഒന്നും എത്തിയില്ലല്ലോ, ഞാൻ ശരിക്കും ഉള്ള ഇതിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യം. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ഇൻട്രോവർട്ടുകളാണ്. അവരധികം സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ ഇവർ ഇഷ്ടമാണ്. ഇവരെ അടുത്തറിഞ്ഞവർ ഇവരെ വിട്ട് പോവില്ല. നിങ്ങൾക്കൊരു അഫെയർ ഉണ്ടെങ്കിൽ ആ അഫെയറിലുള്ള നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിക്കാൻ സാധ്യത വളരെ കുറവാണ്. 2025 ജൂലൈയിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇമോഷണൽ ബ്രേക്ക് ത്രൂ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ വർക്കിംഗ് സ്ഥലത്ത് നിങ്ങളുടെ ബോസിൻ്റെ അടുത്തുനിന്നോ സബോർഡിനേറ്റിൻ്റെ അടുത്തുനിന്നോ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വരും. അതും കൊണ്ട് നിങ്ങൾ അതെന്തായാലും നിങ്ങൾ ഗൗനിക്കരുത്. നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ വർക്ക് പക്കയായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആർട്ട്, ഹീലിംഗ്, സ്പിരിച്വലി എന്നീ മേഖലയിലൊക്കെ ജൂൺ 2ാം വാരത്തിൽ എന്തായാലും
ഇവരൊക്കെ ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ടീമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാഷ് ഉണ്ടാവും. ഇമോഷണലി എന്തായാലും അവരുടെ അടുത്ത് സംസാരിക്കരുത്, കൈൻഡായിട്ട് സംസാരിക്കുന്നതായിരിക്കും അഭികാമ്യം. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പുതിയ പ്രൊജക്റ്റ് പ്രപ്പോസൽ അതെല്ലാം ഓപ്പൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ ആദ്യ വാരത്തിൽ സ്പിരിച്വൽ ആൻഡ് റിലീജിയൻ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ എക്സ്പെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനഃശാന്തി എന്തായാലും ഉണ്ടാവും. പക്ഷെ ഓവറായിട്ട് എക്സ്പെൻസ് ചെയ്യരുത്. നിങ്ങൾക്ക് വല്ല കടബാധ്യത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കൊടുത്ത വല്ല എമൗണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തായാലും റീഫണ്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 2ാം വാരത്തിലാണ് ഇത് സംഭവിക്കുക. കൂട്ടുകാർക്കോ കുടുംബത്തിലുള്ളവർക്കോ കടം കൊടുക്കരുത്. നോന്ന് പറയുക. നിങ്ങൾക്ക് നോന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പൈസ എന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ തിരിച്ചു കിട്ടില്ല. അപ്പം തരാം ഇപ്പം തരാമെന്നൊക്കെ പറയും, പക്ഷെ തരില്ല. നിങ്ങൾ നോന്ന് പറയുക. പറ്റില്ല എന്ന് വേണച്ചാൽ വിനയത്തോടെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം വരാം. അപ്പോൾ ഇൻകം വന്നല്ലോ അതും കൊണ്ട് കടം കൊടുക്കാമെന്ന് വിചാരിച്ച് കടം കൊടുക്കരുത്. കാരണം ആ ഇൻകം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു അസറ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻകമാണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. ആ ഹെൽത്ത് ഇഷ്യൂ വരുന്നത് നല്ലതാണ്. കാരണം അതിൽ ഫാമിലി ആയിട്ട് ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. പാർട്ട്ണറായിട്ടും നിങ്ങൾ ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് കാമായിട്ടെല്ലാം കേൾക്കാം. പക്ഷെ കുറച്ച് തുറന്ന് പറയുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ ദേഷ്യം പാർട്ട്ണറുടെ അടുത്ത് ചെയ്യരുത്. പക്ഷെ എന്തെങ്കിലും സംഭവം ഉണ്ടായത് പാർട്ട്ണറുടെ അടുത്ത് എന്തായാലും പറയുക. നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിലെന്തായാലും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ഒരു മെസ്സേജൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ലവറിൻ്റെ അടുത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇമോഷണലി കയറിയിട്ട് ഒരുപാട് സംസാരിക്കരുത്, അത് വഴി തെറ്റിക്കും. സ്ലീപ്പ്. രേവതി നക്ഷത്രക്കാർക്ക് കുറച്ച് ശാന്തതയും സഹനശക്തിയും കൂടുതൽ തന്നെയാണ്. ജൂലൈ മാസത്തിൽ ഈ ശാന്തതയും സഹനശക്തിയും പരീക്ഷിക്കാൻ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. പക്ഷെ പക്വതയോടെ പെരുമാറുക. നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ മറുപടി. നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ പ്ലാനിൽ ചേഞ്ച് വരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഓഫീസിൽ ചെറിയ ഗോസിപ്പുകളൊക്കെ ഉണ്ടാവും. വർക്ക് ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യുക. ഫ്രീലാൻസിങ്ങോ പേഴ്സണൽ പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു സമയമാണ്. ജൂലൈ അവസാന വാരമാകുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകമോ ഗിഫ്റ്റോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ എക്സ്പെൻസ് എന്തായാലും ജൂലൈ 4-നും 10-നും ഇടയിൽ ഉണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ആവണ ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല. പാസ്റ്റ് ഡ്യൂ കളക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റീഫണ്ട് ആവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇതുവരെ പറയാത്തൊരു സത്യം അവൾ തുറന്ന് പറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് നല്ല രീതിയിൽ മാത്രം എടുക്കുക. നിങ്ങളോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അവൾ ആ സത്യം പറഞ്ഞത്. നിങ്ങളുടെ ക്ഷമയും കമ്പാഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും ഇമ്പ്രൂവ് ആവും. ഫാമിലി ഫങ്ഷൻ ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവും. ഇമോഷൻസ് കുറച്ച് മിക്സഡ് ആയിരിക്കും. സന്തോഷവും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും. മന്ത് എൻഡിൽ ഒരു ഇമോഷണൽ റിവാർഡ്, ഇമോഷണൽ ഗ്രോ, അതുപോലെ ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കാനും സാധ്യതയുണ്ട്. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് കുറച്ച് ശാന്തതയും സഹനശക്തിയും കൂടുതൽ തന്നെയാണ്. ജൂലൈ മാസത്തിൽ ഈ ശാന്തതയും സഹനശക്തിയും പരീക്ഷിക്കാൻ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. പക്ഷെ പക്വതയോടെ പെരുമാറുക. നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ മറുപടി. നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ പ്ലാനിൽ ചേഞ്ച് വരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഓഫീസിൽ ചെറിയ ഗോസിപ്പുകളൊക്കെ ഉണ്ടാവും. വർക്ക് ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യുക. ഫ്രീലാൻസിങ്ങോ പേഴ്സണൽ പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു സമയമാണ്. ജൂലൈ അവസാന വാരമാകുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകമോ ഗിഫ്റ്റോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ എക്സ്പെൻസ് എന്തായാലും ജൂലൈ 4-നും 10-നും ഇടയിൽ ഉണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ആവണ ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല. പാസ്റ്റ് ഡ്യൂ കളക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റീഫണ്ട് ആവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇതുവരെ പറയാത്തൊരു സത്യം അവൾ തുറന്ന് പറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് നല്ല രീതിയിൽ മാത്രം എടുക്കുക. നിങ്ങളോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അവൾ ആ സത്യം പറഞ്ഞത്. നിങ്ങളുടെ ക്ഷമയും കമ്പാഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും ഇമ്പ്രൂവ് ആവും. ഫാമിലി ഫങ്ഷൻ ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവും.
ഇമോഷൻസ് കുറച്ച് മിക്സഡ് ആയിരിക്കും. സന്തോഷവും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും. മന്ത് എൻഡിൽ ഒരു ഇമോഷണൽ റിവാർഡ്, ഇമോഷണൽ ഗ്രോ, അതുപോലെ ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കാനും സാധ്യതയുണ്ട്.